ഓണം അടുത്തതോടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പഴവും ഉപ്പേരിയും. ജില്ലയിൽ നേന്ത്രക്ക ഉത്പാദനം കുറഞ്ഞതോടെ ഓണ സീസണിൽ വിലയിൽ കാര്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കിലോയ്ക്ക് 70 മുതൽ 75 രൂപ വരെയാണ് കൃഷിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. ഒരു മാസം മുമ്പ് വരെ 45 രൂപ മുതൽ ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇതോടെ പൊതുവിപണിയിൽ പഴത്തിന്റെ വില 80-ന് മുകളിലാണ്. ഓണം അടുത്തതോടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പഴവും ഉപ്പേരിയും. ജില്ലയിൽ നേന്ത്രക്ക ഉൽപാദനം കുറഞ്ഞതോടെ ഓണ സീസണിൽ വിലയിൽ കാര്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കിലോഗ്രാമിന് 70 മുതൽ 75 രൂപ വരെയാണ് കൃഷിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. ഒരു മാസം മുൻപ് വരെ 45 രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത്. ഇതോടെ പൊതുവിപണിയിൽ പഴത്തിന്റെ വില 80-ന് മുകളിലാണ്. കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് അപേക്ഷിച്ച് ഞാലിപ്പൂവിനും നേന്ത്രക്കായയ്ക്കും വലിയ രീതിയിലുള്ള വിലമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഭയങ്കര ആഘോഷമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിലായിട്ട് വരുന്നതാണ് ഏത്തക്കായും ഞാലിപ്പൂവൻ പഴവും എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാലിപ്പൂവൻ പഴത്തിനും ഏത്തക്കായ്ക്കും കഴിഞ്ഞ വർഷത്തെ ഓണത്തിനെ അപേക്ഷിച്ച് വില നന്നായിട്ട് കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഇതിന് വില ഇങ്ങനെ കൂടി വന്നേക്കുന്നതുകൊണ്ട് പിന്നെ കച്ചവടത്തെയും ഇത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം. 12 വർഷത്തിന് ശേഷം ആദ്യമായാണ് സീസണിൽ നേന്ത്രക്ക വില കിലോഗ്രാമിന് 70 രൂപ കടക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ജില്ലയിലെ ഹൈറേഞ്ചിലാണ് നേന്ത്രവാഴ കൃഷി കൂടുതൽ ഉണ്ടായിരുന്നത്. സീസണിൽ കർഷകർക്ക് വേണ്ടത്ര വില ലഭിക്കാതെ വന്നതോടെ വലിയൊരു വിഭാഗം കർഷകർ നേന്ത്രവാഴ കൃഷി ഉപേക്ഷിച്ചു. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമായി പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വയനാട്ടിൽ നിന്നും വേണ്ടത്ര നേന്ത്രക്കുലകൾ ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നേന്ത്രക്കായയുടെ വരവ് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. നേന്ത്രക്കായ എന്നതുപോലെ തന്നെ ഓണത്തിന് വിശേഷപ്പെട്ടതാണ് ഞാലിപ്പൂവൻ. ഇതിനും കിലോഗ്രാമിന് 65 രൂപ മുകളിലാണ് വില. എന്നാൽ ഇവയുടെ ഉൽപാദനത്തിനും വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 44% ഉൽപാദനത്തിന് കുറവ് വന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.